ചാന്ത് പൊട്ട് വള റിബണുകൾ, ചാന്ത് പൊട്ട് വള റിബണുകൾ, മാക്സികൾ, ബഹുവർണ്ണ മാക്സികൾ, കംപ്ലീറ്റ് ലേഡീസ് ഐറ്റംസ്, മിക്സിയിൽ അടിച്ചെടുത്ത ശീതളപാനീയങ്ങൾ, മുന്തിരി ജ്യൂസ്. ഇപ്പൊ അരി വെക്കും, ഇപ്പൊ അരി വെക്കും. ടീച്ചർ, മഷിക്കറ പോയോ? അലക്കി നോക്കിയില്ല. ഉടനെ ഇത്തിരി ചുണ്ണാമ്പ് പുരട്ടിയാൽ മതിയായിരുന്നു. അപ്പൊ ഇത്തിരി ചുമക്കുന്നുള്ളൂ, പിന്നീട് അലക്കുമ്പോ പോവുകയും ചെയ്യും. നല്ല ശീലം ഉണ്ടെന്ന് തോന്നണു. എന്ത്? അല്ല, സാരിയിൽ മഷി ഒഴിച്ചിട്ടേ. എനിക്ക് ആദ്യമായിട്ട് പറ്റിയൊരു അബദ്ധ, ക്ഷമിക്കണോട്ടോ. ക്ഷമിച്ചാലില്ലെങ്കിലും ചീത്തയായത് എന്റെ സാരിയല്ലേ. എന്താ ശാനത്, കൊറേ നേരം ആയല്ലോ. ഇന്നലത്തെ ബാക്കി ഇരുന്നോട്ടെ. പേനയിൽ വീണതും സാരിയിൽ വീണതും എല്ലാം ചേർത്ത് 1 രൂപയായി കാണുമല്ലോ. എന്താ ശ്രീദേവി ടീച്ചർ പറയണത്? അല്ല, കട തുടങ്ങിയിട്ടേ ഉള്ളൂ. നന്നാവാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറയായിരുന്നു. ഇയാള് നന്നാവും. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇയാള് നന്നായിക്കൊള്ളും. ആ കുമാറിന് പ്രാന്താണ് മോനെ, നീ മുറുക്കാൻ എടുക്ക. ചില്ലറ വൈകുന്നേരം വാങ്ങിച്ചോളാം. അപ്പൊ കുമാരൻ പറയണത് ശരി തന്നെയാണ്. എന്ത്? അല്ല, കുമാരൻ പറയാണ്, കാലത്തും വൈകിട്ടും നാരായണൻകുട്ടിയുടെ കടയില് ഹാജർ വെച്ചിട്ടേ ശ്രീദേവി ടീച്ചർ പോവുള്ളൂന്ന്. ഇല്ലാത്തൊന്നും പറഞ്ഞു പരത്തില്ല ചെട്ടിയാരെ. നാണം പറഞ്ഞുണ്ട്, നാണം പറഞ്ഞുണ്ട്. മഷിക്കറകളാണ് മരുന്നുണ്ട്, വേണോ ആവോ? വേണ്ടപ്പോ പറയാം. നീ ലാസർമോലാണ് ധരിക്കുന്നത്. എന്നെ പറ്റി പരാതി പറഞ്ഞ പിടി വന്നു വരച്ചോടാ. നിന്റെ അമ്മൂമ്മയുടെ കച്ചവടം.
എന്തേ നിർത്തിയത്? എത്ര കാലായി അമ്മ എന്റെ കുട്ടി ഇതൊന്ന് വായിക്കുന്ന കേട്ടിട്ട്. വന്ദേ മാതരം. ബ്രൈറ്റ്മെൻസ് ക്ലബിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ ഇതാ ആരംഭിക്കാൻ പോകുകയാണ്. ബ്രൈറ്റ്മെൻസ് ക്ലബിന്റെ നെടുന്തൂണായ ലാസർ മുതലാളി ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. കലാകായിക പാലക്കാട് നിവാസികളും ബ്രൈറ്റ്മെൻ സംഘങ്ങളും ഞാൻ പറഞ്ഞത് അല്ല പ്രഖ്യാപിച്ചത് ഒട്ടും അതിശോക്തിയല്ലെന്ന് നിങ്ങൾക്ക് നമുക്ക് ആണുങ്ങൾക്ക് വേറെ മത്സരങ്ങൾ മത്സരങ്ങൾ മത്സരങ്ങൾ. പങ്കെടുക്കുന്നവരെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഒരു ചെറിയ ടീസ്പൂണിൽ ചെറുനാരയുമായി ഇതാ 5-6 വനിതകൾ മത്സരിക്കാൻ തയ്യാറായി കാത്തു നിൽക്കുകയാണ്. മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഓരോരുത്തരും ശക്തമായി മുന്നേറുകയാണ്. എല്ലാവരും ജയിക്കുന്ന ലക്ഷണമാണ്. മിസ്സിസ് മേനോൻ മുന്നിലുണ്ട്. അതാ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, മിസ്സിസ് മേനോൻ കീഴോട്ട് പോയി. ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് ഹേമയാണ്. പരാജയം ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇനിയും മത്സരങ്ങൾ അവരെ കാത്തിരിക്കുന്നു. ഇത് സർവശ്രീ ലാസർ മുതലാളി, റൊമാൻസ് കുമാരൻ എന്നിവർ നിങ്ങളുടെ മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ശക്തമായി മുന്നേറുകയാണ്. ഇതാ ലാസർ മുതലാളി ഓടിക്കൊണ്ടിരിക്കുന്നു. നിലം പതിച്ചു. ചെരിഞ്ഞാണ് വീണത്. റൊമാൻസ് കുമാരൻ ജയിച്ചിരിക്കുന്നു. വീണിടം വിദ്യാക്കാനുള്ള ലാസർ മുതലാളിയുടെ കഴിവിനെ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. വിജയായ റൊമാൻസ് കുമാറിനെ ഒരു നാരങ്ങ കൊടുത്താരെങ്കിലും അടുത്തതായി 2 മല്ലന്മാർ തമ്മിലുള്ള മൽപ്പിടുത്ത മത്സരം. കണ്ണുകെട്ടിയാണെങ്കിലും അവരുടെ ചലനങ്ങൾ നിങ്ങൾ വീക്ഷിക്കുക. പരസ്പരം കാണാൻ വയ്യെങ്കിലും അവരുടെ മത്സരം നിലനിൽക്കുകയാണ്. പരസ്പരം കാലുവാരാൻ ശ്രമിക്കുകയാണ്. എവിടെ എവിടെ? അയ്യോ, കൈ വീഴുകയോ കിടക്കുന്നു. ഇമവെട്ടാ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഇമവെട്ടാ മത്സരം. പങ്കെടുക്കുന്നവർ സർവശ്രീ ലാസർ മുതലാളി, മിസ്സിസ് മേനോൻ, റൊമാൻസ് കുമാരൻ, ചട്ടുകാലൻ നാരായണൻകുട്ടി, വികലാംഗൻ നാരായണൻകുട്ടി. എന്താണ് ഈ ഇമവെട്ടാ മത്സരം? ഇമവെട്ടാ മത്സരം എന്താണെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്കറിയില്ലേ? അറിയാം. എന്നാ പിന്നെ പറഞ്ഞു നോക്കണ കുറഞ്ഞ. ഈ ഇമവെട്ടാ മത്സരം എന്ന് വെച്ചാൽ ഇമ വെട്ടാതെ കൂടുതൽ നേരം കണ്ണ് തുറപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് കണ്ണട ഇനാമായി നൽകുന്നതാണ്. ഇമവെട്ടാ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ലാസർ മുതലാളി, അതെ, നമ്മുടെ അജഞ്ചലനായ ലാസർ മുതലാളി തന്റെ തുറുകണ്ണുകൾ തുറപ്പിച്ച് വെച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കാതെ ഇമ വെട്ടാതെ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിസ്സിസ് മേനോൻ, നയന മനോഹരിയായ മിസ്സിസ് മേനോൻ തന്റെ നീല നയനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ റൊമാൻസ് കുമാരൻ, അദ്ദേഹത്തിന്റെ പ്രേമപൂർവ്വമുള്ള കണ്ണുകൾ നമ്മളെ നോട്ടം കണ്ടാൽ അറിയാം അദ്ദേഹം തന്നെ ഇതിൽ ജയിക്കും. ഇതാ നാരായണൻകുട്ടി, അതിമനോഹരനായ നാരായണൻകുട്ടിയുടെ കണ്ണുകൾ അനങ്ങാതിരിക്കാൻ സുഹൃത്തുക്കളെ. ഇതാ മിസ്സിസ് മേനോൻ, ഇതാ മിസ്സിസ് മേനോൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം പോലും അടക്കി പിടിച്ചുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഈ മത്സരം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്ന് പറയാൻ ഒക്കുകയില്ല. മിസ്സിസ് മേനോൻ തിരുവരുന്നുണ്ടെങ്കിലും അതെല്ലാം അടക്കി പിടിച്ചുകൊണ്ട് സുന്ദരിയായ മിസ്സിസ് മേനോൻ തന്റെ നീല നയനങ്ങൾ നമ്മളെ ആകർഷിച്ചുകൊണ്ട് മത്സരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഔട്ട് ഔട്ട്, മിസ്സിസ് മേനോൻ ഔട്ടായി പോയ
പഹൽവാൻ ലാസർ മുതലാളി ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹത്തിന്റെ പുരികം വെട്ടുന്നുണ്ടെങ്കിലും ഇമവെട്ടാ മത്സരവും കഥകളിയുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ് സുഹൃത്തുക്കളെ. പ്രേമോദാത്തമായ കണ്ണുകളുമായി ഇതാ റൊമാൻസ് കുമാരൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും പുറകില്ലാതെ മിസ്റ്റർ നാരായണൻകുട്ടി തന്റെ സുന്ദരമായ കണ്ണുകൾ തുറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അചഞ്ചലമായ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ലാസർ മുതലാളി കണ്ണുകൾ കരയല്ല സുഹൃത്തുക്കളെ, കരയല്ല. പിരിമുറുക്കം, മാനസികമായ പിരിമുറുക്കം വരുമ്പോൾ കണ്ണുകൾ ജലാശയങ്ങളാകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷം മാത്രമാണ് സുഹൃത്തുക്കളെ. കരയണ വിവരം പറയട്ടോ. കണ്ണീറ്റവും കരയണോ? കരയല്ല. അത് പറ. കണ്ണീറ്റ് കണ്ണ് കൊങ്ങനായി പോവും. ഞാൻ കരയല്ല. അത് പറ, സത്യം പറ. അമ്മ സത്യമായിട്ട് നേര് പറയണം. നീ കണ്ണീറ്റായി പോവും. കരയണ വിവരം പറയട്ടെ. ഞാൻ പറയാം. അദ്ദേഹം തോറ്റു പിന്മാറിയതല്ല, അദ്ദേഹം ധൈര്യപൂർവ്വം പിൻവാങ്ങിയതാണ്. അതെ, അതാ മത്സരം തുടരുകയാണ് സുഹൃത്തുക്കളെ. നാരായണൻകുട്ടിയും റൊമാൻസ് കുമാരനും മാത്രമാണ് ഗോദായിൽ ബാക്കി. അതെ, നാരായണൻകുട്ടിക്ക് കാലിന് വൈകല്യമുണ്ടെങ്കിലും കണ്ണിന് ഒരു വൈകല്യവുമില്ല സുഹൃത്തുക്കളെ. ഒപ്പം റൊമാൻസ് കുമാരനോട് അദ്ദേഹം മത്സരിക്കുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹം റൊമാൻസ് കുമാരനും പുറത്തേക്ക് പോകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹം ഔട്ടായി. റൊമാൻസ് കുമാരൻ ഔട്ടായിട്ടും ഒന്നാമനായി പ്രഖ്യാപനം കഴിഞ്ഞുവെങ്കിലും അതേ കണ്ണുകൾ മിസൈലുകളെ പോലെ തുറപ്പിച്ചു വെച്ചുകൊണ്ട് കരയുദ്ധം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിസ്റ്റർ നാരായണൻകുട്ടി തന്റെ സുന്ദരമായ നയനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഒരേ പോയിന്റിലേക്ക് നോക്കി. മിസ്മറിസമോ ഹിപ്നോട്ടിസമോ ഒന്നും ലാസ്റ്റ്